അങ്ങനെ ഞങ്ങളുടെ വയനാട് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം കർലാടിലേക്ക് പോയി ഞങ്ങൾ അടിച്ചു പൊളിച്ചു ഗൈസ്. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തപ്പോൾ വാട്ടർ ബോട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ വെച്ച് ഞങ്ങൾ വലിയ രസത്തിലങ്ങനെ പോകായിരുന്നു. അപ്പോഴാണ് ഞാനിവിടെ അമ്പലപ്പൂവൊക്കെ കണ്ടത്. അപ്പം സാധാരണ കാണുന്ന നമ്മൾ പിങ്ക് കളറിലല്ലേ ഈ നമ്മുടെ നീലാമ്പലം എന്നൊക്കെ പറയത്തില്ല, അതുപോലത്തെ ആയിരുന്നു. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ. അങ്ങനെ ഞങ്ങൾ താഴത്തൊക്കെ പോയി ടിക്കറ്റൊക്കെ എടുത്ത്. ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏതിൽ കയറണമെന്ന്. പിന്നെ ഞങ്ങൾ പെഡൽ ബോട്ടിങ്ങിലാണ് കയറിയത്. 2 ബോട്ടാണ് ഞങ്ങൾ എടുത്തത്. അപ്പം ഞങ്ങളൊക്കെ ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടു. പക്ഷെ അമ്മാവക്ക് ഇതെന്തിനാണ്, അപ്പോൾ ഞാൻ വെള്ളത്തിൽ വീഴത്തില്ലല്ലോ, അപ്പോൾ ഇനി ലൈഫ് ജാക്കറ്റ് ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അത് നല്ല രസമായിരുന്നു. പിന്നെ അവസാനം അമ്മാമ്മ ബോട്ടിൽ കയറണമെങ്കിൽ ഈ ലൈഫ് ബോട്ട് ഇടണമല്ലോ, അങ്ങനെ അമ്മാമ്മ സമ്മതിച്ച് അമ്മാമ്മ ഇതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പെഡൽ ബോട്ടിൽ കയറുവാണ്. അപ്പോൾ ഒരാൾക്ക് ഇതിൽ 4 പേർക്ക് ഇരിക്കാം ഒരു ബോട്ടിൽ. അപ്പം ഞാനും സൂര്യയ്ക്ക് ആവിയും ചോണിച്ചാങ്കയും ഒരു ബോട്ടിലിരുന്ന് അമ്മാമ്മയും അമ്മയും അമ്മ വേറെ ബോട്ടിലാണ് കേട്ടോ കയറിയത്. അപ്പം എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ അമ്മ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഞാൻ നല്ല കൊച്ചായിട്ടിരിക്കുമായിരുന്നു എന്നൊക്കെ. പിന്നെ അമ്മയും അരുമാമയും റീനാമ്മയും അമ്മാമ്മയും ഒരു ബോട്ടിലായിരുന്നു. അപ്പം ഞങ്ങളുടെ ബോട്ട് ചവിട്ടിയത് ജോണിച്ചാങ്ക ശ്രുതിയൊക്കെ കൂടെയായിരുന്നു. ഞങ്ങളെ സുഖിച്ചിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ ബോട്ടാണ് ആദ്യം പോയതെങ്കിലും ഞങ്ങൾ ചവിട്ടി ഒരു വിധത്തിൽ ഞങ്ങൾ അങ്ങനെ 2 റൗണ്ടൊക്കെ അടിച്ചു വന്നപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരവിടെ തന്നെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുവാണ്. അമ്മയുടെ ഒന്നും ബോട്ട് അനങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ ഇവർ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് കരയുമായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഗുട്ടൻസ് പിടികിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരങ്ങനെ ചവിട്ടി വന്നു കേട്ടോ. നല്ല രസമായിരുന്നു, കാറ്റുണ്ടായിരുന്നു. പക്ഷേ ഈ സൂര്യൻ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും പൊള്ളുന്നുണ്ടായിരുന്നു, അതും കുറച്ച് ഇതായിരുന്നു. പക്ഷേ ഈ നല്ല അമ്പൽപ്പൂവൊക്കെ ആയിരുന്നു കേട്ടോ. ഈ നമ്മുടെ തേനീച്ചയൊക്കെ ഇങ്ങനെ തേനെടുക്കാൻ വരുന്നതൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ പോയ സ്ഥലത്ത് നല്ല ആമ്പലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ സ്ഥലത്ത് അത്ര അമ്പലമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ പോയ സ്ഥലത്ത് എന്താണ് സംഭവം എന്നറിയാമോ, അങ്ങോട്ട് കയറ്റത്തില്ലായിരുന്നു, കുറേ ആമ്പൽപ്പൂവൊക്കെ ഉള്ള കാരണം. അങ്ങനത്തെ ഇതിൻ്റെ മേളിൽ കൂടെ സിപ്ലൈനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിയൊക്കെ ചോണിച്ചാങ്ങൊക്കെ ഇങ്ങനെ കാല് വേദനിച്ച് കേട്ടോ. പക്ഷെ എന്നാലും ഞങ്ങൾ റെസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ പോയായിരുന്നു. പിന്നെ അമ്മയുടെയൊക്കെ ബോട്ട് ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അരിൻകുട്ടനും റീനാമ്മക്കൊക്കെ ഒരു ഇത് പിടികിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നന്നായിട്ട് ആസ്വദിച്ച് കേട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോയി. അവർ നിന്നായിരുന്നു പോകുന്നത്. പക്ഷേ എൻ്റെ മുഖം കണ്ടാലറിയാം അവരുടെ അനങ്ങുന്നില്ല. അവരവിടെ ബാക്കിലോട്ടും ഇല്ല ഫ്രണ്ടിലോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. അപ്പം ഞങ്ങളിതേ ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ അടുത്ത റൗണ്ട് അടിക്കാൻ പോകുമായിരുന്നേ. നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ കാഴ്ചയാണ് ആസ്വദിച്ചെങ്കിൽ കൂടുതൽ ചിരിച്ചതും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായത് ഇവരുടെ ബോട്ടിലായിരുന്നേ, അമ്മയുടെയൊക്കെ ബോട്ടിൽ. അപ്പോൾ ഇത് കണ്ട നല്ല രീതിക്ക് ആമ്പൽപ്പൂക്കളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇറങ്ങിയപ്പോഴേ ആ ചേട്ടന്മാരൊക്കെ പറഞ്ഞായിരുന്നു വെള്ളത്തിൽ കൈയിടാൻ പാടില്ല, പിന്നെ പൂക്കളൊന്നും പറിക്കരുതെന്നും പറഞ്ഞായിരുന്നു. കാരണം വെള്ളത്തിൽ എന്താ സംഭവം അറിയത്തില്ല, നമ്മൾ ബോട്ട് ചരിയുന്നതുകൊണ്ടാണ് വെള്ളത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ എന്നറിയത്തില്ല. പക്ഷേ ഈ പൂക്കൾ ആസ്വദിക്കാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാം, നല്ല രസമുള്ള പൂക്കളൊക്കെയാണ്. പിന്നെ പകുതി എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ കാലൊക്കെ അങ്ങ് കിഴച്ച്. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ പോയി വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുമായിരുന്നു. അപ്പം 20 മിനിറ്റ് എന്താ സംഭവമാണ് സമയം. അപ്പം ഞങ്ങൾ നേരത്തെ ചെന്നപ്പോഴത്തേക്കും അമ്മയുടെയും ബോട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെ ഉണ്ട്, കുറേ പൂക്കളൊക്കെയുള്ള. പിന്നെ ഒരു പാർക്കും ഉണ്ടായിരുന്നു. ഞാനും അവയും കൂടെ പാർക്കിലൊക്കെ പോയി കളിച്ച്. അമ്മാമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മാമ്മ ചെറിയൊരു ശ്രമമൊക്കെ നടത്തി. പിന്നെ ഇത് കണ്ട, ഇത് ഗാർഡനാണ്. അവിടുത്തെ ഇവിടെ ഇതുപോലൊരു ബോള് പോലെ, ഇതിൻ്റെ കായ ഒരു ബോൾ പോലെ ഇരിക്കും. അപ്പം അവിടുത്തെ ചേച്ചി പറഞ്ഞ് ഇത് ബോൾ പ്ലാൻ എന്നാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ, നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണേ. അപ്പോൾ ഇത് നല്ല റോസയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചസാര മണലല്ലേ, അതൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത കാര്യം